Hi students, welcome to Learnino. അപ്പോൾ നമ്മൾ ബ്രിക്ക് മേസണറി എന്നുള്ള ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs നമുക്ക് നോക്കാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ടൈപ്സ് ഓഫ് ബ്രിക്ക് മേസണറി ആർ പോസിബിൾ? ഓക്കെ, മെയിൻലി നമുക്ക് 4 ടൈപ്സ് ആണുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ബ്രിക്ക് വർക്ക് ഇൻ മഡ്, ബ്രിക്ക് വർക്ക് ഇൻ സിമെൻറ്റ് മോട്ടർ ഓർ ലൈം മോട്ടർ. ഇത് തന്നെ ബ്രിക്ക് വർക്ക് ഇൻ സിമെൻറ്റ് മോട്ടർ, ലൈം മോട്ടർ 3 ടൈപ്സ് ഉണ്ട്. ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് ബി. അപ്പോൾ ടോട്ടൽ 4 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ 4 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ബോണ്ട് ബ്രിക്ക് ഈസ് സ്ലൈഡ് വിത്ത് ഇറ്റ്സ് ലെങ്ത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ വോൾ? ഓക്കെ, ഇതിൽ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് സ്ട്രെച്ചർ ബോണ്ടാണ്. സ്ട്രെച്ചർ ബോണ്ട് എന്താണ്? സ്ട്രെച്ചർ ബോണ്ടിൽ ബ്രിക്കിൻ്റെ ലെങ്ത് വൈസ് ഡയറക്ഷൻ ഓഫ് വാളിൻ്റെ ഡയറക്ഷനിലാണ് വെക്കുന്നത്. സോ സ്ട്രെച്ചർ ബോണ്ടാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ബിലോ ഷുഡ് ബി അവോയ്ഡഡ് ഇൻ ബ്രിക്ക് മേസണറി? നമുക്കറിയാം വെർട്ടിക്കൽ ജോയിൻസ് ആണ്. ഓക്കെ, വെർട്ടിക്കൽ ജോയിൻസ് നമ്മൾ ബ്രിക്ക് മേസണറിയിൽ അവോയ്ഡ് ചെയ്യണം. പ്രോപ്പർ സ്ട്രെങ്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് വെർട്ടിക്കൽ ജോയിൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത്. സോ ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി വെർട്ടിക്കൽ ജോയിൻസ് ആണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ബോണ്ട് ഈസ് ബെറ്റർ ഇൻ അപ്പിയറൻസ് ദാൻ ഇംഗ്ലീഷ് ബോണ്ട്? നമുക്കറിയാം ഏറ്റവും എസ്തെറ്റിക്കലി അപ്പിയറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഡബിൾ ഫ്ലെമിഷ് ബോണ്ടാണ്. ഓക്കെ, കാരണം എന്താണ്, നമ്മൾ ഫ്രണ്ടിൽ നിന്നുള്ള എലിവേഷനും ബാക്കിൽ നിന്നുള്ള എലിവേഷനും ഫ്ലെമിഷ് ബോണ്ട് പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഡബിൾ ഫ്ലെമിഷ് ബോണ്ടിൽ. സോ ഏറ്റവും ഭംഗിയുള്ള ബോണ്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് തന്നെയാണ്. സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടിൽ ഫ്രണ്ടിൽ നിന്നുള്ള എലിവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫ്ലെമിഷ് ബോണ്ടും ബാക്കിൽ നിന്ന് ഇംഗ്ലീഷ് ബോണ്ടുമാണ്. സോ നമുക്ക് ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് തന്നെയാണ് ബെറ്റർ അപ്പിയറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഡബിൾ ഫ്ലെമിഷ് ബോണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In herringbone bond, bricks are placed in which angle from dash line in both directions? Okay, നമുക്കറിയാം ഹെറിംഗ്ബോൺ ബോണ്ടിൽ സെൻറ്റർ ലൈന് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 45 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്തിട്ട് ബ്രിക്സ് ലേ ചെയ്യും. ഓക്കെ, സെൻറ്റർ ലൈനിന് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ നമ്മൾ ബ്രിക്സ് പ്രൊവൈഡ് ചെയ്യും. സോ ആൻസർ ക്ലിയർ ആണ്. 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ സെൻട്രൽ ലൈനിന് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഓക്കെ, അപ്പോൾ ആൻസർ 45 ഡിഗ്രി സെൻട്രൽ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പോർഷൻ ഓഫ് ബ്രിക്ക് കട്ട് അക്രോസ് ദ വിത്ത് ഇൻ ഹാഫ് ഈസ് കോൾഡ്. ഓക്കെ, ദ പോർഷൻ ഓഫ് ബ്രിക്ക് കട്ട് അക്രോസ് ദ വിത്ത് ആണ് ബാറ്റ്. സോ ഹാഫായിട്ട് കട്ട് ചെയ്യുന്നതിന്, അക്രോസ് ദ വിത്ത് ഹാഫായിട്ട് കട്ട് ചെയ്യുന്നതിന് നമ്മൾ ഹാഫ് ബാറ്റ് എന്നാണ് പറയുക. സോ ഓപ്ഷൻ ഡി ഹാഫ് ബാറ്റാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഷുഡ് ബി പ്ലേസ്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എവറി ഹെഡർ കർവ്സ് ഇൻ ഇംഗ്ലീഷ് ബോണ്ട് ടു അവോയ്ഡ് വെർട്ടിക്കൽ ജോയിൻറ്റ്? ഓക്കെ, നമുക്കറിയാം ഇംഗ്ലീഷ് ബോണ്ടിൽ എങ്ങനെയാണ് ഓരോ കോഴ്സിലും, അതായത് ഒരു കോഴ്സിൽ സ്ട്രക്ചർ, നെക്സ്റ്റ് കോഴ്സിൽ ഹെഡർ. ഓക്കെ, അതായത് ഓൾട്ടർനേറ്റ് കോഴ്സസിൽ ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും പ്രൊവൈഡ് ചെയ്യുന്ന ബോണ്ടാണ് ഇംഗ്ലീഷ് ബോണ്ട്. ഈ ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ വെർട്ടിക്കൽ ജോയിൻസ് ഒഴിവാക്കാൻ വേണ്ടി ക്യൂൻ ക്ലോസർ ആണ് പ്രൊവൈഡ് ചെയ്യുക. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് കോഴ്സസിൽ സ്ട്രക്ചേഴ്സും ഹെഡേഴ്സും പ്രൊവൈഡ് ചെയ്യുന്ന ബോണ്ടാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ബോണ്ടിൽ വെർട്ടിക്കൽ ജോയിൻസ് അവോയ്ഡ് ചെയ്യാൻ ക്യൂൻ ക്ലോസർ ആണ് പ്രൊവൈഡ് ചെയ്യുക. സോ ഓപ്ഷൻ എ ക്യൂൻ ക്ലോസർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The bricks used for corners of walls of a structure are called, and ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കോയിൻസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ബോണ്ട് കംപ്രൈസസ് ഓഫ് 1 course of a header to 3 or 5 courses of structures? അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ഇംഗ്ലീഷ് ഗാർഡൻ വോൾ ബോണ്ടാണ്. ഇംഗ്ലീഷ് ഗാർഡൻ വോൾ ബോണ്ടിൽ എങ്ങനെയാണ് 1:3 അല്ലെങ്കിൽ 1:5 റേഷ്യോയിലാണ് ഹെഡറും സ്ട്രക്ചറും പ്ലേസ് ചെയ്യുന്നത്. അതായത് ഒരു ഹെഡറിന് ശേഷം ഇംഗ്ലീഷ് ബോണ്ട് ആയതുകൊണ്ട് തന്നെ കോഴ്സസ് ആണ് ഡിഫറെൻറ്റ്, അതായത് ഓൾട്ടർനേറ്റ് കോഴ്സസ് ആണ് വരുന്നത്. ഓക്കെ, ഒരു കോഴ്സിൽ ഹെഡർ ആണെങ്കിൽ അടുത്ത 3 കോഴ്സ് സ്ട്രക്ചർ ആയിരിക്കും. അതായത് അടുത്ത ഹെഡർ കോഴ്സ് വരണമെങ്കിൽ അത് 4ാമത്തെയാണ് അടുത്ത ഹെഡർ കോഴ്സായിട്ട് വരിക. 1:3 ആണെങ്കിൽ. 1:5 ആണെങ്കിൽ
അടുത്തത് ആറാമത്തെയാണ് ഹെഡർ കോഴ്സ് ആയിട്ട് വരിക. അതായത് ഒരു കോഴ്സ് ഹെഡർ ആണെങ്കിൽ അടുത്ത 3 കോഴ്സ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും. 4ാമത്തെ കോഴ്സാണ് വീണ്ടും ഹെഡർ ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഇങ്ങനെയുള്ള ടൈപ്പ് ബോണ്ടാണ് ഗാർഡൻ വാൾ ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഇവിടെ വെർട്ടിക്കൽ ജോയിൻറ്റ് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ ക്യൂൻ ക്ലോസർ ആണ് പ്രൊവൈഡ് ചെയ്യുക. സോ ആൻസർ ക്ലിയർ ആണ്. ഓപ്ഷൻ സി ഇംഗ്ലീഷ് ഗാർഡൻ വാൾ ബോണ്ടാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് IS കോഡ് ഗീവ്സ് എ കോഡ് ഓഫ് പ്രാക്ടീസ് ഫോർ ബ്രിക്ക് വർക്ക്? അതായത് ഓപ്ഷൻ എ IS 2212 ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം ഓപ്ഷൻ ബി IS 3102 എന്തിനെക്കുറിച്ചാണ്? ബേൺഡ് ക്ലേ സോളിഡ് ബ്രിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ബേൺഡ് ക്ലേ സോളിഡ് ബ്രിക്സിൻ്റെയാണ് IS 3102 വരുന്നത്. അടുത്തത് IS 3466 വരുന്നത് സ്പെസിഫിക്കേഷൻ ഫോർ മേസണറി കോൺക്രീറ്റ്. ഓക്കെ, സ്പെസിഫിക്കേഷനെ കുറിച്ചാണ് വരുന്നത്. ഇനി അടുത്തത് IS 1077 വരുന്നത് ഗൈഡ് ലൈൻസ് റിഗാർഡിംഗ് കോമൺ ബേൺഡ് ക്ലേ ബ്രിക്സ്. ഓക്കെ, ബിൽഡിംഗ് ബ്രിക്സ് അതിനെക്കുറിച്ചാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ IS 2212 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which is a mark of depth about 10 mm to 20 mm which is placed on the face of a brick to form a key for holding the mortar. ഓക്കെ, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബ്രിക്കിൻ്റെ ഫേസസിൽ ഡിപ്രഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് നമ്മൾ ഫ്രോഗ് എന്നാണ് പറയുക. ഈ ഡിപ്രഷൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അതായത് സിമൻറ്റ് മോട്ടറിനെ ഹോൾഡ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഈ മോട്ടറിനെ ഹോൾഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് പ്രോപ്പർ ബൈൻഡിങ് പോസിബിൾ ആണ്. പ്രോപ്പർ ബൈൻഡിങ് കിട്ടുന്നതിലൂടെ നമുക്ക് എന്താണ് കിട്ടുന്നതിലൂടെ നമുക്ക് സ്ട്രക്ചറിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സോ ഓപ്ഷൻ സി ഫ്രോഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The termination of a wall in such a fashion that each alternate curves at the end projects is known as. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി toothing ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The vertical joints separating the bricks in either length or cross direction is known as. വെർട്ടിക്കൽ ജോയിൻസിന് നമ്മൾ എന്താണ് പറയുന്നത്? പെർപ്പൻസ് എന്നാണ് പറയുന്നത്. ഹൊറിസോണ്ടൽ ജോയിൻസിന് ബെഡ് ജോയിൻസ് എന്നാണ് പറയുന്നത്. സോ വെർട്ടിക്കൽ ജോയിൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ പെർപ്പൻസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ബോണ്ട് ഓൾ ദ ബ്രിക്സ് ആർ അറേഞ്ച് ഇൻ സ്ട്രക്ചർ കർവ്സ്? ആൻസർ ക്ലിയർ ആണ്. അതായത് സ്ട്രക്ചർ ബോണ്ടിലാണ് എല്ലാ ബ്രിക്സും സ്ട്രക്ചറിൽ അറേഞ്ച് ചെയ്യുക. ഓക്കെ, സ്ട്രക്ചർ കൗസസ് ആയിട്ട് അറേഞ്ച് ചെയ്യുക. സോ ഓപ്ഷൻ സി സ്ട്രക്ചർ ബോണ്ടാണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഹെഡർ ബോണ്ടിലെ ഹെഡേഴ്സാണ്. ഇംഗ്ലീഷ് ബോണ്ടിലെ ഓൾട്ടർനേറ്റീവ് കൗസസ് ഓഫ് സ്ട്രക്ചേഴ്സ് ആൻഡ് ഹെഡേഴ്സാണ്. ഫ്ലെമിഷ് ബോണ്ടിൽ എന്താണ് വരുന്നത്? ഒരു കൗസിൽ തന്നെ ഓൾട്ടർനേറ്റീവ് സ്ട്രക്ചറും ഹെഡറും പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി സ്ട്രക്ചർ ബോണ്ടാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ബോണ്ട് ഓൾ ദ ബ്രിക്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഹെഡർ കൗസസ്? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നോക്കി എന്താണ് സ്ട്രക്ചർ ബോണ്ട് എന്ന്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ തന്നെ ക്ലിയർ ആണ്. ഹെഡർ കൗസസ് ആണ്. അപ്പോൾ എല്ലാ ബ്രിക്സും ഹെഡർ പൊസിഷനിലാണ് ലേ ചെയ്തിട്ടുള്ളത് എങ്കിൽ നമ്മൾ ആ ടൈപ്പ് ഓഫ് ബോണ്ടിനെ ഹെഡർ ബോണ്ട് എന്നാണ് പറയുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഓപ്ഷൻ എ ഹെഡർ ബോണ്ടാണ് ആൻസർ ആയിട്ട് വരുന്നത്. ആൻസർ ക്ലിയർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ബോണ്ട് ഈസ് കൺസിഡേർഡ് ആസ് ദ സ്ട്രോങ്ങസ്റ്റ് ബോണ്ട് ഇൻ ബ്രിക്ക് വർക്ക്? ഓക്കെ, ക്ലാസ്സിലെടുക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ബോണ്ട് ഇംഗ്ലീഷ് ബോണ്ട് തന്നെയാണ്. ഇംഗ്ലീഷ് ബോണ്ടിൽ എന്താണ് ഓൾട്ടർനേറ്റീവ് കോസസ് ഓഫ് ഹെഡർ ആൻഡ് സ്ട്രക്ചറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വെർട്ടിക്കൽ ജോയിൻസ് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ ക്യൂൻ ക്ലോസറാണ് ഇംഗ്ലീഷ് ബോണ്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആൻസർ ക്ലിയർ ആണ്. ഓപ്ഷൻ എ ഇംഗ്ലീഷ് ബോണ്ടാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ബോണ്ട് ദ ഹെഡേഴ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഈവൻലി? ഓപ്ഷൻ വരുന്നത് ഫ്ലെമിഷ് ബോണ്ടാണ്. ഫ്ലെമിഷ് ബോണ്ടിൽ ഓൾട്ടർനേറ്റീവ് കൗസസ് ഓഫ്, അതായത് ഒരു കൗസിൽ തന്നെ ഓൾട്ടർനേറ്റീവ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഗുഡ് അപ്പിയറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്ലെമിഷ് ബോണ്ടാണ് എസ്തറ്റിക്കലി ഒരു ഗുഡ് അപ്പിയറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ വെർട്ടിക്കൽ ജോയിൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യൂൻ ക്ലോസറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഹെഡേഴ്സ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഫ്ലെമിഷ് ബോണ്ടിൻ്റെ കേസിലാണ്. സോ ഓപ്ഷൻ ബി ഫ്ലെമിഷ് ബോണ്ടാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ബോണ്ട് 1 ഹെഡർ കൗസ് ഈസ് പ്രൊവൈഡഡ് ആഫ്റ്റർ 3 or 5 സ്ട്രക്ചർ കൗസ്? ആൻസർ ആയിട്ട് വരുന്നത്
ഗാർഡൻ വാൾ ബോണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ബോണ്ട്സ് ആർ യൂസ്ഡ് when was become weak in the longitudinal direction due to filling of thicker wall in the headers only? ആൻസർ ആയിട്ട് വരുന്നത് റക്കിംഗ് ബോണ്ടാണ്. റക്കിംഗ് ബോണ്ടിൽ എങ്ങനെയാണ് ബ്രിക്സ് ഇൻക്ലൈൻഡ് ആയിട്ടാണ് പ്ലേസ് ചെയ്യുക. ഓക്കെ, ബ്രിക്സ് ഇൻക്ലൈൻഡ് ആയിട്ടാണ് പ്ലേസ് ചെയ്യുക. അതേപോലെ പേയ്മെൻറ്റ്, ഫ്ലോറിംഗ് പർപ്പസ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പർപ്പസിനൊക്കെ വേണ്ടി പേയ്മെൻറ്റ് ഉണ്ടാക്കാറ്, അതുപോലെ ഫ്ലോറിംഗ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ റക്കിംഗ് ബോണ്ട് യൂസ് ചെയ്യുക. പിന്നെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി റക്കിംഗ് ബോണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് എ മോഡിഫൈഡ് ഫോം ഓഫ് ഇംഗ്ലീഷ് ബോണ്ട് ആൻഡ് ബൈ ദിസ് ബോണ്ട് ദ കോർണർ ഓഫ് ദ വോൾ ഈസ് സ്ട്രെങ്തൻഡ്. ഓക്കെ, ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ മോഡിഫിക്കേഷനാണ് ഡച്ച് ബോണ്ട്. ഓക്കെ, ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ മോഡിഫിക്കേഷനാണ് ഡച്ച് ബോണ്ട്. ഡച്ച് ബോണ്ടിൽ ഓൾട്ടർനേറ്റീവ് ഹൗസസോ ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഓരോ സ്ട്രക്ചർ കോഴ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് 3/4 ബാറ്റിലാണ്. അതായത് ഓരോ സ്ട്രക്ചർ കോഴ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് 3/4 ബാറ്റിലാണ്. ദെൻ അടുത്ത ഒരു ഓൾട്ടർനേറ്റീവ് കോഴ്സിൽ ഒരു 3/4 ബാറ്റിന് ശേഷം ഒരു ഹെഡർ കൂടി പ്രൊവൈഡ് ചെയ്യും. അതാണ് ഡച്ച് ബോണ്ടിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഓപ്ഷൻ എ ഡച്ച് ബോണ്ടാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ബോണ്ട് ദ ബ്രിക്സ് ആർ ലൈഡ് ഓൺ എഡ്ജ് ഇൻസ്റ്റെഡ് ഓഫ് ബെഡ്? ആൻസർ ഓപ്ഷൻ ബി ബ്രിക്ക് ഓൺ എഡ്ജ് ബോണ്ടാണ്. ഓക്കെ, ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ബോണ്ട് ദ ബ്രിക്സ് ആർ ലൈഡ് ഓൺ എഡ്ജ് ഇൻസ്റ്റെഡ് ഓഫ് ബെഡ്. ഓക്കെ, ആൻസർ ക്ലിയർ ആണ്. ഓപ്ഷൻ ബി ബ്രിക്ക് ഓൺ എഡ്ജ് ബോണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് അനദർ മോഡിഫൈഡ് ഫോം ഓഫ് ഇംഗ്ലീഷ് ബോണ്ട് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ആഡ് ബ്യൂട്ടി ഇൻ ദ അപ്പിയറൻസ് ഓൺ ദ വോൾ. ഓക്കെ, ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ മോഡിഫിക്കേഷനാണ് ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട് അല്ലെങ്കിൽ സെൻറ്റ് ആൻഡ്രൂസ് ബോണ്ട്. ഓക്കെ, ഡച്ച് ബോണ്ടും ഇംഗ്ലീഷ് ക്രോസ് ബോണ്ടും ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ മോഡിഫിക്കേഷൻസ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട്. അതിന് തന്നെ വേറൊരു പേരാണ് സെൻറ്റ് ആൻഡ്രൂസ് ബോണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഡാഷ് ടൈപ്പ് ഓഫ് ബോണ്ട് എ ഹെഡർ കോഴ്സ് പ്ലേസ് ആഫ്റ്റർ സെവറൽ സ്ട്രക്ചർ കോഴ്സ്. ഓക്കെ, ആൻസർ വരുന്നത് ഫേസിംഗ് ബോണ്ടാണ്. ഓക്കെ, ഇൻ ഡാഷ് ടൈപ്പ് ഓഫ് ബോണ്ട് എ ഹെഡർ കോഴ്സ് പ്ലേസ് ആഫ്റ്റർ സെവറൽ സ്ട്രക്ചർ കോഴ്സ്. ആൻസർ ഓപ്ഷൻ ഡി ഫേസിംഗ് ബോണ്ടാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇമ്പോർട്ടൻറ്റ്